അപ്പക്കാരമോ ദോശമാവോ ചേർക്കാതെ വീർത്തുരുണ്ട നല്ല രുചിയുള്ള പഴംപൊരി എളുപ്പത്തിൽ തയ്യാറാക്കാം. 9 വലിയ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഒരു പാത്രത്തിലേക്ക് നന്നായി തട്ടി നിറച്ച 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. മൈദ ഒരു വലിയ ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതിയാകും. ഇത് 150 ഗ്രാം ഉണ്ടാകും. എല്ലാ ചേരുവകളുടെയും കൃത്യമായ തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വറുത്ത നൈസ് അരിപ്പൊടി ചേർക്കാം. പഴംപൊരിക്ക് നല്ല മുരിവ് കിട്ടാനായിട്ടാണ് നമ്മളിവിടെ അരിപ്പൊടി ചേർക്കുന്നത്. ഇത് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. പക്ഷേ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാതിരിക്കാൻ 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കണേ. ഇതിലേക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അധികം പഴുക്കാത്ത പഴമാണെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർക്കണേ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കാം. ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകാതെ ശ്രദ്ധിക്കണേ. സോഡാപ്പൊടിയോ ദോശമാവോ ചേർക്കുന്നതിന് പകരമാണ് നമ്മളിവിടെ ഈസ്റ്റ് ചേർക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ പഴംപൊരിക്ക് നല്ല രുചിയുമാണ്. ഇതിലേക്ക് മൈദ അളന്നെടുത്ത അതേ പാത്രത്തിൽ 1/4 പാത്രം, അതായത് 1/4 കപ്പ് വളരെ നേരിയ ചൂടുള്ള വെള്ളം ചേർക്കാം. ഇനി നമുക്കിത് ഒരു വിസ്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായി മിക്സ് ചെയ്യാം. ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നേരിയ ചൂടുള്ള വെള്ളം ചേർത്തത്. ചേർക്കുന്ന വെള്ളം കൂടുതൽ ചൂടുള്ളതാവരുത്. ജസ്റ്റ് തണുപ്പ് മാറി ചൂടായി വന്നാൽ മാത്രം മതിയാകും. ഒട്ടും കട്ടയില്ലാതെ വേണം മാവ് മിക്സ് ചെയ്തെടുക്കാൻ. മാവ് അല്പം സ്പീഡിൽ ഇതുപോലെ അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. മാവ് നമ്മൾ നന്നായി തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ സമയത്ത് പഴംപൊരിക്ക് ആവശ്യമായ പഴം തയ്യാറാക്കാം. നമ്മളിവിടെ മീഡിയം സൈസിലുള്ള നന്നായി പഴുത്ത 3 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പഴത്തിൻ്റെ 2 അറ്റവും മുറിച്ച് കളഞ്ഞ് തൊലി കളഞ്ഞെടുക്കാം. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നല്ല രുചി കിട്ടാൻ പഴം നന്നായി തന്നെ പഴുത്തതായിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്കിത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് 2-3 ആയി നീളത്തിൽ മുറിക്കാം. കൂടുതൽ പഴുത്ത പഴമാണെങ്കിൽ അധികം നൈസായി മുറിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ മാവിൽ മുക്കി എണ്ണയിലിടുന്ന സമയത്ത് മുറിഞ്ഞു പോകും. ചെറിയ പഴംപൊരി മതിയെങ്കിൽ പഴം വട്ടത്തിൽ മുറിച്ച ശേഷം കീറിയെടുത്താൽ മതിയാകും. മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ കൂടുതൽ നേരം വയ്ക്കുന്നതും നല്ലതാണ്. ഈ സമയത്ത് ഇതിലേക്ക് പഴംപൊരിക്ക് നല്ല നിറം കിട്ടാനായി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് ഇതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മഞ്ഞനിറം മാവിൽ എല്ലായിടത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ നന്നായി തന്നെ മിക്സ് ചെയ്യണം. ഇപ്പോൾ പഴംപൊരിക്കുള്ള മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി നമ്മളിവിടെ ഒരു ചട്ടിയിൽ എണ്ണ എടുത്ത് ചൂടാക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് വെളിച്ചെണ്ണയോ മറ്റ് റിഫൈൻഡ് ഓയിലോ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ആവശ്യത്തിന് ചൂടായോ എന്നറിയാൻ അല്പം മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മാവ് ഇതുപോലെ പൊരിഞ്ഞ് പൊന്തി വരികയാണെങ്കിൽ എണ്ണ പാകത്തിന് ചൂടായി എന്ന് മനസ്സിലാക്കാം. ഇതുപോലെ നന്നായി വീർത്ത് വന്നിട്ടുണ്ടെങ്കിൽ മാവും പാകമായി എന്ന് മനസ്സിലാക്കാം. അഥവാ മാവ് പാകമായിട്ടില്ലെങ്കിൽ അല്പസമയം കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ എണ്ണയും മാവും പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കീറി വെച്ച പഴം ഓരോന്നായി എടുത്ത് മാവിൽ പൊതിഞ്ഞ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആദ്യം ഒരെണ്ണം മാത്രമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്യുന്നതെന്നും പുതിയ എണ്ണയിൽ ആദ്യം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരെണ്ണം മാത്രം ആദ്യം ഫ്രൈ ചെയ്ത് നോക്കിയ ശേഷം കൂടുതലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. പഴംപൊരി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതലെണ്ണം ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. പഴംപൊരി ഇടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതിയാകും. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ചുവിടാനും മറന്നു പോകരുതേ. ഇങ്ങനെ തിരിച്ചും മറിച്ചുമിട്ട് നമുക്കിത് സാവധാനം ഫ്രൈ ചെയ്തെടുക്കാം. പഴംപൊരിയുടെ മഞ്ഞ നിറം മാറി ബ്രൗൺ നിറം വന്നു തുടങ്ങിയാൽ നമുക്കിത് കോരി മാറ്റാം. ഇങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി പഴംപൊരി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. Bye.